നിൽക്കുന്നത് പേരയം താന്നിമൂട് റോഡിലാണ്. ഇവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ഗതികെട്ടൊരവസ്ഥയാണ്. ഒരുപാട് പേര് എന്നോട് വിളിച്ച് പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ കുറച്ച് നാളായി ഇതുവഴി യാത്ര ചെയ്തിട്ട്, പക്ഷേ വന്ന് കണ്ടപ്പോൾ വളരെ വളരെ പരിതാപകരമായിട്ട് നടക്കുന്നൊരവസ്ഥയാണ്. ഈ റോഡിൽ ഈ മെറ്റിൽ മൊത്തവും നല്ലൊരു മഴ പെയ്യുമ്പോൾ റോഡിലാണ്. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായി എന്നാണ്. പല സ്ത്രീകളൊക്കെ ആക്റ്റീവ് സ്കൂട്ടറിലൊക്കെ വരുന്നവരൊക്കെ വീണു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ബസ് വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമില്ല. ഇതാണ് റോഡ് കഴിഞ്ഞുള്ള ഒരു ഓടയാണ്. ഇവിടെ മൊത്തം നമ്മുടെ ഈ 1.5 മെറ്റിലിട്ട് നിറച്ച് വെച്ചിരുന്ന സ്ഥലമാണ്. പക്ഷേ ഈ ഓടയൊക്കെ ഈ മെറ്റിൽ മൊത്തം മാറി ഇത് വെറും ഓടയായിട്ടിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഒരു സ്കൂട്ടർ ഇങ്ങോട്ട് ആയിപ്പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇതിൻ്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത്. എനിക്കറിയാൻ കഴിഞ്ഞ ഓഗസ്റ്റിന് മുമ്പ് തുടങ്ങിയ പണിയാണ്. അപ്പോൾ ഈ അവിടുത്തെ വരുന്ന ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒരു വർഷം തികയുകയാണ്. അപ്പം ഇതിന് മുമ്പ് ഈ പണി തുടങ്ങുന്നതിന് മുമ്പ് ഇതിനേക്കാൾ നല്ല നല്ല രീതിയിൽ കിടന്ന റോഡല്ലേ ഇത്. ആ റോഡാണ് ഇപ്പോൾ പണിയുടെ പേരിൽ ഈ കണക്കിന് കുത്തിക്കുഴിച്ച് ഈ ബഹളം ഉണ്ടാക്കിയിട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരമുണ്ടാക്കി ഇതിനെ ഒരു അപകട സാധ്യതയിൽ നിന്നും മാറ്റണമെന്ന് ഒരു അഭ്യർത്ഥനയാണ്. ബഹുമാനപ്പെട്ട MLA ശ്രീ സുധീർ ഷാ അവർ കൂടെ ഇതൊന്ന് ശ്രദ്ധിക്കണം, പരിഹാരമുണ്ടാക്കണം. റോഡ് പണിയുടെ പേരിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ കിടക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ഉള്ള മഴയത്താണ് ഈ കിടന്ന മെറ്റിലുകളെല്ലാം ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് മുകളിൽ നിന്ന് വരെ മെറ്റിൽ ഇതുവരെ എടുത്ത് ഇങ്ങ് താഴെ ആ കടയിൽ അങ്ങോട്ടൊക്കെയാണ് ഇറങ്ങി പോകുന്നത്. ഇവിടെ യാത്രക്കാർക്ക് അങ്ങോട്ടും പോകാൻ പറ്റാത്ത കണ്ടീഷൻ. പിന്നെ ഇതിൽ പോകുന്ന യാത്രക്കാർ തന്നെയാണ് ഇതെടുത്ത് ക്ലീൻ ചെയ്ത് ഒരുവിധം വണ്ടി പോകാൻ പറ്റുന്ന കണ്ടീഷനിലോട്ട് ആക്കി വെച്ചത് തന്നെ അവരാണ്. ഇത് ഓരോ ദിവസം ഓരോ മഴയത്ത് ഇങ്ങനെ കുഴി ഇങ്ങനെ മാറി മെറ്റിലിങ്ങനെ പരമാവധി മെറ്റിലിങ്ങനെ താഴെ കടയിലോട്ടാണ് ചെന്നിറങ്ങുന്നത്. കടയിലും ഈ കാണുന്നത് നമുക്ക് കണ്ടറിയാൻ പറ്റും. മുകളിൽ നിന്ന് താഴോട്ട് ഇത്രയും ലെങ്തിന് തന്നെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇത് ആൾക്കാർക്ക് വണ്ടിയിൽ പോകുന്നവർക്കായാലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംഭവമാണത്. ഇതുവഴി അപകടങ്ങളൊക്കെ ഉണ്ടായില്ലേ? സ്ത്രീകളൊക്കെ വണ്ടികൾ പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. സ്ത്രീകളായാലും 2 വീലറിൽ പോകുന്നവർക്കാണ് വളരെയധികം ബുദ്ധിമുട്ട്. മുകളിലോട്ടും ഇതേ അവസ്ഥയിൽ എല്ലാ സൈഡിലാണ്ട് പോകുന്ന യാത്രക്കാരും ഈ നാട്ടുകാരുമാണ് ഇത് ഇത്രയെങ്കിലും ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇല്ലെങ്കിൽ ഒട്ടും വണ്ടി പോകാത്തൊരു കണ്ടീഷനിലാണ്. എതിരെ ഒരു വലിയൊരു ബസ് പോലുള്ളൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ 2 വീലറിൽ വരുന്നവർക്ക് സൈഡ് കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അവർ വീഴും. അത് ഉറപ്പായിട്ട് ഈ കുഴിയിലാണ് വീഴും. അല്ല, ഒരു ബസ് പോകാനുള്ള ഒരു സ്ഥലം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്രതീക്ഷിതമായിട്ടൊരു വണ്ടിയുടെ കയറി വന്നാൽ റോഡല്ലേ കൃത്യമായിട്ട് വരും. അതെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിന്ന് പറ്റാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം ഈ കുഴിയിലോട്ടായി കഴിഞ്ഞാൽ കൃത്യമായും കുഴിയിലോട്ട് തന്നെ വീഴുന്നതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്